പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന വലിയ വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. അതിന്റെ പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണ്. പറഞ്ഞു വരുന്നത് ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പം ഇന്നലെ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ വിലയിരുത്തലുകളൊക്കെ വന്നു. നടന്നത് ഭീകരാക്രമണം തന്നെ എന്നൊരു വിലയിരുത്തലൊക്കെ വന്നു. NIA അന്വേഷണം പുരോഗമിക്കുകയാണ്. കസ്റ്റഡിയിലുള്ളവരെ വളരെ വിശദമായി ചോദ്യം ചെയ്യുന്നു. അവരുടെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ 10-20ഓളം പേരെ ഈ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്ത് കഴിഞ്ഞു എന്ന് അറസ്റ്റുകൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെ വ്യാപകമായ രീതിയിൽ ഈ സംഭവം എന്താണ്, അത് എങ്ങനെ സംഭവിച്ചു, ഏത് രീതിയിൽ ആണ് ഈ സ്ഫോടനം, അത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാർത്തയിലേക്കും അതിന്റെ പുതിയ അപ്ഡേറ്റുകളിലേക്കും പോയാൽ ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് NIA. അൽ ഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കോളേജിന്റെ പ്രവർത്തനം സംശയാസ്പദമാണ് എന്നൊരു വിലയിരുത്തലാണ് നിലവിൽ NIAക്കുള്ളത്. കസ്റ്റഡിയിലുള്ള ഉമറിന്റെ സുഹൃത്തുക്കളുടെ ചോദ്യം ചെയ്യലും തുടരുകയാണ്. ശരത് ലാൽ ഡൽഹിയിൽ നിന്നും തത്സമയം നമുക്കിപ്പം ചേർന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. രാജ്യം തന്നെ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവമാണ്. സമീപകാലത്ത് 10-13 വർഷങ്ങൾക്കിടയിൽ രാജ്യ തലസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയൊരു സ്ഫോടനം. അത് ഇന്നലെ കേന്ദ്ര മന്ത്രിസഭ അത് എത്രത്തോളം ഗൗരവതരമാണ് എന്ന കാര്യം വിലയിരുത്തി. അവിടുന്ന് നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഫോറൻസിക് പരിശോധനാ ഫലത്തിന് കാത്തിരിപ്പുണ്ട്. അതൊരു വശത്ത് നടക്കുന്നു. NIAയുടെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ അറസ്റ്റിലുള്ളവരുമായി ബന്ധപ്പെട്ട് വേരുകൾ തേടിയുള്ള അവരുടെ യാത്ര അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്? എങ്ങനെയാണ് കാര്യം? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. NIA ഒരു പഴുതടച്ചുള്ള അന്വേഷണമാണ്. നേരത്തെ കേന്ദ്ര മന്ത്രിസഭ വ്യക്തമാക്കിയതുപോലെ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിലൂടെയുള്ള അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക എന്നതാണ് NIAയുടെ തലവന് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം. കേരള കാഡർ IPS ഉദ്യോഗസ്ഥനായ വിജയ് സാക്കറെയാണ് ഈ NIAയുടെ അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഫരീദാബാദിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഉമറിന് മാത്രമല്ല, ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ജമ്മു കാശ്മീർ പോലീസ് അല്ലെങ്കിൽ ജമ്മു തീവ്രവാദ ബന്ധം വെച്ച് പിരിച്ചുവിട്ട ഡോക്ടർമാർക്കടക്കം ജോലി നൽകി എന്ന പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ 50 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് ജയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമായി മാറിയോ എന്ന ഒരു സംശയത്തിലാണ് NIA. ഇപ്പോൾ ഏതായാലും ഇന്നും ഹോസ്റ്റലിൽ നിന്ന് 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചയോടെ കൂടിയാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്ന് 2 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തത്. കാരണം ഡോക്ടർ ഉമ്മറുമായി നേരിട്ട് ബന്ധമുള്ളവരാണ്. അതുപോലെ ഉമ്മർ റെഡ് ഫോർഡ് എക്കോ സ്പോർട്സ് കാർ വാങ്ങിച്ചത് ഇവരാണ് കൊണ്ടുപോയി ഫരീദാബാദിൽ ഒളിപ്പിച്ച് വെച്ചത് എന്നതാണ് NIAക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നവരും. ഏതായാലും പഴുതടച്ചുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു. കൂടുതൽ അറസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ ലക്നോയിലും അതേപോലെ ഷോപ്പിയായാലും ഇന്നും റെയ്ഡ് തുടങ്ങുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വിവരം പുറത്തു വരുന്നത് ഡോക്ടർ ഉമ്മറിൻ്റെ ഫോണും അതേപോലെ ടെലിഗ്രാം കാര്യങ്ങളൊക്കെ തന്നെ വിവരങ്ങളൊക്കെ NIAക്ക് ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളും കൂടുതൽ അറസ്റ്റും ഉണ്ടായേക്കാം എന്നാണ് NIA വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. സേലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി, വ്യക്തമാണ്. അപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളതിന്റെ ചിത്രം വ്യക്തമാക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. വരും ദിവസങ്ങളും വരും മണിക്കൂറുകളിലുമൊക്കെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത വരുത്തും ദേശീയ അന്വേഷണ ഏജൻസി. നമുക്കൊരു